സർവചരാചരങ്ങൾക്കും അതീതനായി വാഴുന്നു ദൈവം മാനവനെ. കുടുംബജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിന് വേണ്ട കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. എന്താണ് പ്രാർത്ഥന? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയുടെ ഒരു നല്ല ജീവിതം നയിക്കാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനത് കാറ്റക്കിസം, ഇതാണ് കത്തോലിക്ക കാറ്റക്കിസം, പുതിയ പുസ്തകമാണ്. ബൈബിളിനോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒന്നാണിത്. ഇതിപ്പോൾ 2 മാസം മുമ്പ് പുറത്തിറങ്ങിയതാണ്. ഇത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്. ഇതിലുള്ള ചില ഭാഗം ഞാൻ എടുത്ത് പറയാം. ഈ പഠനങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭിക്കും. ഏത് മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അത് വായിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. ഇതിൽ പാരഗ്രാഫ് 2560, യേശു സമരിയാക്കാരിയുടെ അടുത്ത് ആ കിണറ്റിൻകരയിൽ വരുന്ന ആ സംഭവത്തെ എടുത്തുകൊണ്ടാണ്, പശ്ചാത്തലം എടുത്തിട്ടാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. അവിടുന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. യേശുവിന് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. ഇവിടെയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പശ്ചാത്തലമാണ് യേശു സമരിയാക്കാരിയുമായിട്ടുള്ള ആ സംഭാഷണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. യേശു സമരിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ആരോട് ആദ്യം ചോദിക്കുന്നു? ആരോട് ആദ്യം യാചിക്കുന്നു? ആരാണ് യാചിക്കുന്നത്? ഉച്ചത്തിൽ ആരാണ് യാചിക്കുന്നത്? യേശു. ആരോട് യാചിക്കുന്നു? സമരിയാക്കാരിയോട്. എന്ത് യാചിക്കുന്നു? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തരിക, എനിക്ക് കുടിക്കാൻ തരിക. ഇവിടെയാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്, ഇവിടെയാണ് പ്രാർത്ഥനയുടെ രഹസ്യമെന്ന്. The wonder of prayer was revealed at the well side. ഈ കിണറ്റിൻകരയ്ക്കലാണ് പ്രാർത്ഥന എന്ന മഹാ അത്ഭുതത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പറയുകയാണ്, വായിച്ചേ, കിണറ്റിൻകരയിൽ അവിടുന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അപ്പോൾ പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് നമ്മളിൽ നിന്നല്ല, മറിച്ച് ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ഇതിൻ്റെ പശ്ചാത്തലം അങ്ങ് ദൂരെ ആദവും ഹവ്വയും ദൈവത്തിനോടൊപ്പമായിരുന്നവർ ദൈവത്തെ അനുസരിക്കാതെ ആയപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അവർ
ഒരിടത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. അവരെവിടെ പോയിരിക്കുന്നു? അവർ ഒളിച്ചിരിക്കുന്നു, അവരെ കാണാനില്ല. പിന്നെ എങ്ങനെയാണ് ഒരു സമാഗമം ഉണ്ടായത്? ആരാണ് ആദ്യം ഇടപെട്ടത്? ദൈവം അവരെ തേടി വരികയാണ്. ദൈവം അവരെ തേടി വരികയാണ്. ദൈവം അവരെ തേടി വന്ന് വിളിക്കുകയാണ്, ആദം, 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 നീ എവിടെയാണ്? അപ്പോൾ ആദം പതുക്കനെ ആ ഒളിവിൽ നിന്നും നാണിച്ച് ലജ്ജിച്ച് പുറത്തു വരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു പൂർണ്ണ ബന്ധത്തിലാണ് സൃഷ്ടിച്ചത്. ആ പൂർണ്ണ ബന്ധത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യമേ ഇല്ല. ഉണ്ടോ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ദൈവം അവരോടുകൂടെ ഉലാത്തിയിരുന്നു, തോളോട് ചേർന്ന് നടന്നിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഒരബദ്ധം പറ്റി, ബന്ധം വിട്ടു. ആ ബന്ധം വിട്ടു കഴിഞ്ഞപ്പോഴും ദൈവം അവരെ തേടി വരികയാണ്, ആദം, നീ എവിടെയാണ്? അങ്ങനെ ഉള്ള ഒരു തേടലിനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ തേടി വരുന്ന ദൈവവുമായിട്ട് നമ്മൾ അനുനയിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ആ ബന്ധത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനുമായി മുറിഞ്ഞുപോയ ആ ബന്ധത്തെ പുനഃസ്ഥാപിച്ച് വീണ്ടും ഒന്നാകുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടുന്ന് മണിയടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഇങ്ങോട്ട് പോകാനിട്ടില്ലല്ലോ, നീ പോകല്, ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞു. എനിക്ക് നിന്നോട് ഇനിയും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും സംസാരിച്ചില്ല, എല്ലാം ഇങ്ങോട്ട് സംസാരിക്കുക. നീ ഇവിടെ ഇരിക്കുക. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് നീ എൻ്റെ കൂടെ ഇരിക്കുക. എനിക്ക് നിന്നെക്കുറിച്ച് ദാഹമാണ്. ഒരു അമ്മ കുഞ്ഞിനെ മുലയൂട്ടാൻ ദാഹിക്കുന്നു. കുഞ്ഞിനറിയില്ല, കുഞ്ഞ് ചിലപ്പോൾ മുല കൂട്ടണ്ടെന്ന് വിചാരിക്കും, മുല കുടിക്കണ്ടെന്ന് വിചാരിച്ചാലും അമ്മയുടെ ആഗ്രഹം എന്താണ്? ഈ കുഞ്ഞിനെ മുല കൂട്ടിയില്ലെങ്കിൽ അത് ക്ഷീണിച്ചു പോകുമല്ലോ. നമ്മൾക്കറിയാം, മുലകുടി പ്രായം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അല്പം ഖരമായിട്ടുള്ളതും പാലും എല്ലാം ചേർത്തുകൊണ്ട് ഇങ്ങനെ വായിൽ ഒഴിച്ചു കൊടുക്കൂലേ പിള്ളേർ? അത് കൊണ്ടുവരുമ്പോഴേക്കും അങ്ങ് ഓടിക്കളയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യും അമ്മ? നീ അവനിങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേ. എന്നിട്ട് ആ മടിയിൽ കിടത്തി ഒരു വിരലും വായിലിട്ട് ഒഴുക്കി ഒഴുക്കി ഒഴിക്കണം. എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ ഈ കുഞ്ഞിന് ഈ ആഹാരം കൊടുക്കണേ. എന്തുകൊണ്ടാ? ഇവിടെ ആരാ അവിടെ ആഗ്രഹിക്കുന്നത്? കുഞ്ഞാണോ ആഗ്രഹിക്കുന്നത്? ആണോ? അല്ല, അമ്മയ്ക്കാണ് ആഗ്രഹവും ആവലാതിയും. കാരണം ഈ കുഞ്ഞിന് ഇത് കഴിച്ചില്ലെങ്കിൽ ആ കുഞ്ഞ് ക്ഷീണിച്ചു പോകും, ആ കുഞ്ഞിന് അസുഖമുണ്ടാകാം, ആ കുഞ്ഞ് വിശന്ന് തളരും, ആ കുഞ്ഞിന് അറിയില്ല അത്. നീ ഇഞ്ഞ് വന്നേ, നീ ഇത് നീ കഴിക്ക്. ഇങ്ങനെ ദാഹിക്കുന്ന, ഇങ്ങനെ നമുക്ക് വേണ്ടി ആവലാതി കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ നിന്നാണ് പ്രാർത്ഥന ഉത്ഭവിക്കുന്നത്. കിണറ്റിൻകരയിൽ നമ്മെ തേടി വരുന്ന ദൈവം. അപ്പോൾ ഇത് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ തടസ്സം വളരെയധികം മാറും. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറയുന്നത് അതാണ്. പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൈവം നമ്മെ തേടി നടക്കുകയാണ്. ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറുക്ക് അല്ലെങ്കിൽ പോഷകാഹാരങ്ങളുമായിട്ട് ഓടി നടക്കുന്ന അമ്മയെപ്പോലെ കുഞ്ഞുങ്ങളെ തേടി നടക്കുകയാണ് ദൈവം. നമ്മളൊന്ന്
ആ ദൈവത്തിൻ്റെ സ്വരം കേട്ട് നിന്ന് കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ദാഹത്തിന് പ്രത്യുത്തരം കൊടുക്കുകയാണെങ്കിൽ അതാണ് പ്രാർത്ഥന. ആ അവസാന ഭാഗം ഒന്ന് വായിച്ച്. നിങ്ങൾ മനസ്സിലാക്കിയോ ഇല്ലെങ്കിലും, നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. അപ്പൊ കുഞ്ഞിനെ കുറുക്ക് വായിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മ കരയാണ്. നീങ്ങ് വായോ വായോ മോളെ വായോ. ഞാൻ വരൂല്ല, എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് കുഞ്ഞങ്ങോട്ട് പോകും. ഇത് മാനുഷിക സ്വഭാവമാണ്. ദൈവം നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടി മാടി വിളിക്കുമ്പോൾ നമ്മളില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകും. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല എന്ന് പറയണതിൻ്റെ അർത്ഥം. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. പക്ഷേ നമ്മൾ ഒരു സമയത്ത് പിന്നെ നമ്മളങ്ങ് അടങ്ങും. ആ കുഞ്ഞ് അമ്മയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കും. അപ്പോൾ അമ്മയുടെ ദാഹവും ആ കുഞ്ഞിൻ്റെ വിശപ്പും കൂടി ചേർന്ന് കുഞ്ഞിൻ്റെ വായിൽ അമ്മ ഒഴിച്ചു കൊടുക്കുന്നു. അമ്മ ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും പല പ്രാവശ്യം ഈ കുഞ്ഞിന് ഈ ഭക്ഷണം കൊടുക്കണമെന്നുള്ളതാണ്. എന്ന മാതിരി തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും പല പ്രാവശ്യവും നമ്മൾക്ക് അനുഗ്രഹം, നമ്മളിലേക്ക് കൃപ, നമ്മളിലേക്ക് ജ്ഞാനം, നമ്മളിലേക്ക് ശക്തി ഒഴുക്കണമെന്നുള്ളതാണ്. പക്ഷെ നമ്മളത് അവിടെ നോക്കിയിരിക്കുകയാണ് കർത്താവ്. പക്ഷെ നമ്മളങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, നമ്മളത് ഗവനിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വരണ്ടുണങ്ങിയ പോലെ ആവുന്നു. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ക്രിസ്തീയ പ്രാർത്ഥന മറ്റു പ്രാർത്ഥനകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. ക്രിസ്തീയ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ്. നമ്മൾ വിവാഹ ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കില്ലേ? എന്താണ് വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത്? ഒരു കരാറല്ല. ഉടമ്പടിയിൽ കൈമാറ്റപ്പെടുന്നത് എന്താണ്? കൈമാറ്റപ്പെടുന്നത് ഉടമ്പടിയിൽ കൈമാറ്റപ്പെടുന്നത് എന്താണ്? ജീവനാണ് കൈമാറ്റപ്പെടുന്നത്, വസ്തുവകകളല്ല. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ജീവൻ കൊടുത്തു, എൻ്റെ ഭാര്യ അവളുടെ ജീവൻ എനിക്ക് നൽകി. വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ജീവൻ കൈമാറുന്നു. ജീവൻ എന്നേക്കുമായിട്ട് കൈമാറുന്നു. അപ്പോൾ ക്രിസ്തീയ പ്രാർത്ഥന എന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ക്രിസ്തീയ ആധ്യാത്മികതയുടെ രഹസ്യം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, പള്ളിയിൽ പോകണു, ഇത് ഞായറാഴ്ചയാണ് എനിക്ക് പള്ളിയിൽ പോകണം എന്നൊക്കെ നമ്മൾ പറയും. എന്താ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുമ്പോൾ സംഭവിക്കുന്നത്? എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോകുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ബലിവേദിയിൽ നിന്നും വൈദികൻ ആ വിശുദ്ധ കുർബാനയുടെ മൂർധന്യ നിമിഷങ്ങളിൽ എന്താണ് സ്ഥാപക വചനങ്ങളിലൂടെ പറഞ്ഞത്? ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തം, നിങ്ങളുടെ പാപമോചനത്തിനായി ഇത് നിങ്ങൾ വാങ്ങി. ഇപ്പോൾ നമ്മൾ യാചിച്ചോ? നമ്മൾ യാചിക്കുന്നതിന് മുൻപ് തന്നെ, നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നേരെ കൈനീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തമ്പുരാൻ, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇത് വാങ്ങി ഇത് സ്വീകരിക്കുവിൻ, ഇതെൻ്റെ ജീവനാണ്. എൻ്റെ ശരീരവും രക്തവും എന്ന് പറഞ്ഞാൽ ഇല്ലേ, ദൈവം തൻ്റെ ശരീരവും രക്തവും നീട്ടുകയാണെന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജീവൻ നമുക്ക് വെച്ച് നീട്ടുകയാണ്. നിങ്ങൾ ഇത് വാങ്ങുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിന്തുന്ന എൻ്റെ രക്തം. ഇത് പുതിയ ഉടമ്പടിയിലുള്ള
ഈ രഹസ്യം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കിത് വേണോ? ഇത് വേണോ? തീർച്ചയായിട്ടും വേണം. വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈനീട്ടിയേ. ഒന്നെല്ലാവരും ഒന്ന് ഇങ്ങോട്ട് കൈനീട്ടിയേ. ഒന്നെല്ലാവരും കൈനീട്ടിയേ. ഇപ്പം എന്തിനാ കൈനീട്ടുന്നത്? കൈനീട്ടുമ്പോൾ നമ്മളിവിടെ കാണുകയാണ് നമുക്കെതിരെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവം. ഇതാ, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് ദൈവം നമുക്കെതിരെ നീട്ടുന്നത് കൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ കൈനീട്ടുന്നത്. ഈസ് ദാറ്റ് റൈറ്റ്? ഇല്ലേ? അത് വാങ്ങാൻ വേണ്ടി കൈനീട്ടുന്നു. ഇതാ, നിങ്ങൾ വാങ്ങുക, സ്വീകരിക്കുക, ഇനി കൈ മടക്കിക്കോ. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? അപ്പം എന്തുകൊണ്ട് നമുക്ക് കിട്ടി? എന്തുകൊണ്ട് നമുക്ക് കിട്ടി? നമ്മൾ കൈ നീട്ടുന്നതിന് മുൻപേ ദൈവം നമുക്ക് നേരെ കൈ നീട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ടല്ല, മറിച്ച് ദൈവം ഉടമ്പടി പ്രകാരം നമ്മുടെ നേരെ വെച്ച് നീട്ടുന്നത് കൊണ്ടാണ്. ദൈവം നമ്മളുമായിട്ടൊരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ജനത്തിനെ അനുഗ്രഹിക്കും. അബ്രാഹത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു. ആ ഉടമ്പടിയിൽ അബ്രാഹം വിശ്വസിച്ചതുകൊണ്ട് അത് അബ്രാഹത്തിന് ലഭിക്കുകയാണ്. നമ്മളും പള്ളിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോഴെല്ലാം നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ്. നമ്മൾ എങ്ങോ അനന്തതയിലേക്ക് കൈനീട്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മോടൊത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം, നമുക്ക് ജീവൻ നൽകുന്നവനും ജീവൻ പുതുക്കുന്നവനും തൻ്റെ ജീവനൊരു മോചനദ്രവ്യമായി ഉടമ്പടിയായി നമുക്ക് കൈമാറുന്ന ദൈവം. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധിയായി നൽകാനുമാണെന്ന് ഈശോ പറഞ്ഞു. ആ ജീവൻ്റെ സമൃദ്ധി എവിടെയും നമുക്ക് ലഭ്യമാണ്. ആ ജീവൻ്റെ സമൃദ്ധി നമുക്ക് നേരെ വെച്ച് നീട്ടുകയാണ്. അപ്പോൾ രണ്ടാമത്തേത് ഇതാണ്, നമ്മുടെ പ്രാർത്ഥനയിൽ കൈമാറ്റപ്പെടുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒന്ന് നമ്മിലേക്ക് കൈമാറ്റപ്പെടുന്നു. അതൊരു വസ്തുവല്ല, മറിച്ച് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവൻ നമ്മിലേക്ക് കൈമാറ്റപ്പെടുന്നു. അത് ആത്മീയമാണ്. അതുകൊണ്ട് അത് കൈമാറ്റപ്പെടുന്നത് നമ്മുടെ കൈകളിലേക്കല്ല, മറിച്ച് നമ്മുടെ ആത്മാവിലേക്കാണ്. അത് ആത്മാവും തമ്മിലുള്ള ഒരു കൈമാറ്റമാണ്. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ആത്മീയമായി കൈമാറ്റപ്പെടുന്നു.